കോവിഡ് വാക്സിൻ എടുത്തവരിൽ വലിയ തോതിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നു. യുവാക്കളിൽ ഹൃദയാഘാതം കൂടുന്നു. പലരിലും ഹൃദയത്തിൽ വീക്കം അനുഭവപ്പെടുന്നു. ചില ആളുകളുടെ ശരീരങ്ങൾ പൂർണ്ണമായിട്ടും തളർന്നു പോകുന്നു. മറ്റു ചില ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ. ഇവയെല്ലാം കള്ളങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരുപാധികം നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇവയിൽ ചില സത്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ കൂട്ടത്തിലെ സത്യങ്ങൾ എന്തെല്ലാമാണോ? എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്ത ആളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കാണപ്പെടുന്നത്? വാക്സിൻ എടുത്ത നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ടോ? വിശദമായ നിലയിൽ തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയർ. കോവിഡ് വാക്സിനുകളായ കോവിഷീൽഡും ഫൈസറും ഒക്കെ എടുത്തിട്ടുള്ള 99 മില്യൺ ആളുകളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് കോവിഡ് വാക്സിനുകളുടെ സൈഡ് എഫക്റ്റുകളുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ പ്രചരിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വലിയ തോതിൽ പലരും തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചതോടു കൂടിയിട്ടാണ് ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ആളുകളെ പൂർണ്ണമായിട്ടും പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ അതിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായ നിലയിൽ തന്നെ, വളരെ കൃത്യമായ നിലയിൽ തന്നെ പരിശോധിക്കാം. ഏതായാലും കോവിഡ് മുതൽക്കേ തന്നെ നമുക്ക് തുടങ്ങാം. 2019 ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് വലിയ തോതിൽ തന്നെ COVID-19 ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ആ കോവിഡ് വൈറസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കൊറോണ വൈറസിനെ കുറിച്ച് സംസാരിച്ചതായിരുന്നു. ചൈനയിൽ വലിയ തോതിലുള്ളൊരു വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള വലിയ സിറ്റികൾ പോലും പൂർണ്ണമായിട്ടും അടച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, ലോക്ക്ഡൗണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ വലിയ അത്ഭുതത്തോടു കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വന്ന ഓരോ നാളുകളിലും ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഒരുപോലെ തന്നെ വലിയ തോതിലുള്ള ദുരിതം തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കോവിഡിൻ്റെ ആ തുടക്ക കാലഘട്ടം എന്നൊക്കെ പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളതായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ കൊറോണ വൈറസ് ആദ്യമൊക്കെ വലിയ തോതിൽ തന്നെ പടർന്നു വന്നിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു COVID-19 വൈറസ്, അതിൻ്റെ ഡെത്ത് റേറ്റ് വലിയ തോതിൽ തന്നെ കൂടുതലായിരുന്നു. അതിനാലൊക്കെ തന്നെയാണ് നമ്മുടെ നാടുകളിലൊക്കെ തന്നെയും കർശനമായിട്ടുള്ള ലോക്ക്ഡൗൺ സമ്പ്രദായങ്ങളും മറ്റുമൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്നത്. ആ ഒരു സമയത്തൊക്കെ തന്നെ പുറത്തിറങ്ങിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴം വാങ്ങാനൊക്കെ ഇറങ്ങിയിട്ടുള്ള ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത വീഡിയോകളൊക്കെ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം, നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് വ്യത്യസ്ത തരത്തിലുള്ള കോവിഡ് വകഭേദങ്ങളൊക്കെ വന്ന് കോവിഡ് ബാധിച്ച ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായപ്പോൾ പോലും അത്ര കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെ കോവിഡിൻ്റെ തുടക്കകാലത്തെ നിയന്ത്രണങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കളിയാക്കി സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് വളരെയേറെ ഡെഡ്ലി ആയിരുന്നു, അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് വലിയ തോതിൽ തന്നെ കൂടുതലുണ്ടായിരുന്ന വൈറസാണ് ആദ്യഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇനി ഇവിടെ ഈ ഒരു വൈറസിനെ കുറിച്ച് തന്നെ സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നും വ്യത്യസ്ത തരത്തിലുള്ള ചർച്ചകൾ COVID-19 വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും നടക്കുന്നുണ്ട്. പല കോൺസ്പിറസി തിയറികൾ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും മെനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും പറയാനുള്ളത് ചൈനയുടെ ഒരു ബയോ വെപ്പൺ ആയിരുന്നു ഈ ഒരു COVID-19 എന്നുള്ള നിലക്കാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് വുഹാനിലെ ലാബിൽ വളരെയധികം ഡെഡ്ലി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന വൈറസ് ചാടി പോയതിനെ തുടർന്നിട്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് എന്നുള്ള നിലക്കാണ്. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം അഭിപ്രായങ്ങൾ COVID-19 എന്ന് പറയുന്ന ഈ വൈറസുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിൽ ഇന്നും പ്രചരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വൈറസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ RNA വൈറസ് ആയിട്ടുള്ള സാസ് കുടുംബത്തിൽപ്പെട്ട കൊറോണ വൈറസ് 2 ആയിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവരെ പോലും മരണത്തിലേക്ക് പോലും തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരമൊരു വൈറസ് വലിയ തോതിൽ ഡെഡ്ലി ആയി മാറി ലോകത്തെമ്പാടും ഒരുപാടധികം ആളുകളുടെ ജീവൻ എടുക്കുമ്പോൾ ശാസ്ത്രത്തിന് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് ഇവിടെ ആകൂടെ ചെയ്യാനുള്ളത് ഈ ഒരു വൈറസിനെ എങ്ങനെയും പിടിച്ചു കെട്ടുക, അതിനാവശ്യമായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള നിരീക്ഷണ ഗവേഷണങ്ങളൊക്കെ തന്നെയും ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ ഗവേഷകർ നിരന്തരമായിട്ട് ചെയ്തു വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ 2020 ഡിസംബർ ആകുമ്പോഴേക്ക് തന്നെ, ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് കോവിഡിൻ്റെ ആദ്യത്തെ വാക്സിൻ ആയിട്ടുള്ള ഫൈസർ വാക്സിൻ സ്വിറ്റ്സർലാൻഡിൽ പുറത്തെടുക്കപ്പെടുന്നുണ്ട്. ആ കൃത്യമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ ഓതറൈസേഷൻസും ഒക്കെ കഴിഞ്ഞ് FDA-യുടെയും അതുപോലെ തന്നെ CDC-യുടെയും ഒക്കെ അപ്രൂവലൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ജനങ്ങളിലേക്ക് ഈ ഫൈസർ വാക്സിൻ, ആദ്യത്തെ വാക്സിൻ
വാക്സിൻ ആയിട്ടുള്ള ഫൈസർ വാക്സിൻ പോലും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു വാക്സിൻ എങ്ങനെയാണ് ഇത്രയധികം ഡെഡ്ലി ആയിട്ടുള്ള സംഭവം, നമുക്ക് കാണാൻ പോലും കഴിയാത്തത്ര ചെറിയൊരു വൈറസ് ആണെങ്കിൽ പോലും ഈ ഒരു സാധനത്തിനെ പിടിച്ചു കെട്ടിയത്, എന്താണ് ഈ ഒരു വാക്സിൻ നമ്മുടെ ഒക്കെ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത്? ഞാനും നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഈ വാക്സിൻ എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് പറയുന്നൊരു കാര്യം. ആ കൂടെ നമുക്കറിയുന്നത്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, ഈ വാക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ കൊറോണ വൈറസിനെ, COVID-19 പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാക്സിനിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ കൊറോണ വൈറസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയോ അതല്ലെങ്കിൽ പ്രോട്ടീൻ ഷെൽസിനെയോ, അതുമല്ലാണ്ടെങ്കിൽ വീക്ക് ആയിട്ടുള്ളൊരു വൈറസിനെ അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ള വൈറസിനെ തന്നെ ഈ ഒരു വാക്സിനിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. പുറത്തുനിന്നുള്ളൊരു വൈറസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബി സെൽസിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഈ ഒരു വൈറസിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബി സെൽസിനും അതുപോലെ തന്നെ ടി സെൽസിനും അതിൻ്റേതായിട്ടുള്ള റോളുകളുണ്ട്. ടി സെൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഈ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള സെൽസുകൾ പോലും പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയത്തക്ക നിലയിലേക്ക് പോലും ഈ ടി സെൽസ് ഇത് കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാക്സിൻ എടുക്കുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കൊറോണ വൈറസ് നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ സെൽസ് തന്നെ കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. നമുക്ക് തന്നെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റൊന്നും ഇല്ലാത്ത നിലയിൽ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു വൈറസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരം നിർജ്ജീവമാക്കുന്നതായിരിക്കും, തടഞ്ഞു വെക്കുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ഇനി കോവിഡ് മരണങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് മരണങ്ങൾ ലോകത്തെമ്പാടുമായിട്ട് ഏറെക്കുറെ 70 ലക്ഷത്തിലധികം വരുന്ന കോവിഡ് മരണങ്ങളുണ്ട്. അതിൽ തന്നെ WHO ഒക്കെ പറയുന്നത് ഇതൊക്കെ റെക്കോർഡിക്കലി ഉള്ള കണക്കുകളാണ്. അതിനേക്കാളൊക്കെ ഒരുപാടധികം മരണങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇനി ഇന്ത്യയിലെ മാത്രം കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 5,33,499 ആളുകൾ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ മാത്രം മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വാക്സിനുകൾ, കോവിഡ് വാക്സിനുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് വലിയ തോതിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നൊരു കാര്യം കൊണ്ടാണ് COVID-19 പിടിച്ചു കെട്ടാൻ നമുക്ക് സാധ്യമായിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വാക്സിൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ കോവിഡ് കാരണമായിട്ടുള്ള മരണങ്ങൾ ഈ പറഞ്ഞ കണക്കുകൾക്കും ഒരുപാട് മുകളിലേക്ക് പോകുമായിരുന്നു. ഒരുപക്ഷെ വർഷങ്ങളോളം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ പറയുമ്പോഴും പലരുടെയും മനസ്സിൽ വലിയ പല ചോദ്യങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഈ COVID-19 വാക്സിൻ എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ വലിയ വേഗതയിൽ നമ്മൾ തിരക്കിട്ട് കണ്ടുപിടിച്ച ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. മനുഷ്യർ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വലിയ തോതിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണോ? അങ്ങനെ തുടങ്ങിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണിത്. ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ക്ലിനിക്കൽ ട്രയലുകളൊക്കെ തന്നെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ CDCയുടെ പോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ തന്നെ അപ്രൂവലൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ വാക്സിനുകളൊക്കെ തന്നെ, അതിപ്പോൾ കോവിഷീൽഡ് ആണെങ്കിലും ഫൈസർ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്സിനുകളൊക്കെ തന്നെയും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്, ജനങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു ചെറിയൊരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് മൂലമായിട്ട് ലോങ് ടേം സൈഡ് എഫക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് അനാലിസിസ് നടത്താൻ ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ കൂടെയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊരുവിധ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനെ തുടർന്നിട്ട് തന്നെയാണ് ഈ വാക്സിനുകൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 72% വരുന്ന ലോക ജനസംഖ്യയുടെ 72% വരുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള ഈ വാക്സിനുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ലോങ് ടൈം സൈഡ് എഫക്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് വലിയ തോതിൽ സൈഡ് എഫക്റ്റുകൾ ആളുകൾ അനുഭവിക്കുന്നുണ്ടോ, വലിയ തോതിലുള്ള ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയത്തിൽ വീക്കം, അതുപോലെ മസ്തിഷ്കത്തിൽ വീക്കം, ആളുകൾ തളർന്നു വീഴുക, കുഴഞ്ഞു വീണിട്ട് മരണം സംഭവിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നോക്കുമ്പോൾ നിലവിൽ ഇത്തരം ചർച്ചകൾക്കൊക്കെ തന്നെ തിരികൊളുത്തിയിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 99 മില്യൺ ആളുകൾ നടത്തിയിട്ടുള്ള ആ പഠനത്തിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ പ്രധാനമായിട്ടും 8 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളിലാണ് ഇത്തരത്തിലുള്ള ഈ ഗവേഷണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അവരിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും mRNA-1 എന്ന് പറയുന്ന ഫേസർ വാക്സിനോ അതല്ല എങ്കിൽ ChAd-OX1 എന്ന് പറയുന്ന കോവിഷീൽഡ്, നമ്മളൊക്കെ എടുത്തിട്ടുള്ള കോവിഷീൽഡ് വാക്സിനോ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിലൊന്നും തന്നെ ഈ പഠനം നടത്തിയിട്ടില്ല. അതല്ലാത്ത മറ്റ് രാജ്യങ്ങൾ, മറ്റ് 8 രാജ്യങ്ങളിലുള്ള
പ്രായത്തിലുള്ള ആളുകളിലാണ് ഈ ഒരു പഠനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ട് അതിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ആ റിപ്പോർട്ട് പരാമർശിക്കുന്നത് കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 13 തരത്തിലുള്ള രോഗങ്ങൾ ചെറിയ തോതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ഏതൊക്കെയാണ് ആ രോഗം, എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് മയോകാർഡിറ്റിസ് ആണ്, അതായത് ഹൃദയത്തിൽ വീക്കം അനുഭവപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇത് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട്സ് ആണ്. ഈ വാക്സിൻ എടുത്ത ആളുകളിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ്. മൂന്നാമതായിട്ട് വരുന്നത് എൻസെഫലോമൈലിറ്റിസ് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ കവറിന് ഒരു ഇൻഫെക്ഷൻ വരുന്ന തരത്തിലുള്ള അസുഖമാണത്. ഇനി നാലാമത്തെ കാര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുലൈൻ ബെറി സിൻഡ്രം എന്ന് പറയുന്ന സിൻഡ്രത്തെക്കുറിച്ചുള്ളതാണ്. അതായത് കാലുകൾ പൂർണ്ണമായിട്ടും തളർന്നു പോകുന്ന ഒരു ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു സിൻഡ്രമാണത്. പക്ഷേ കൃത്യമായ നിലയിലുള്ള ചികിത്സകളിലൂടെ ഇതിനെ ഭേദമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, സിംറ്റംസ് ഒക്കെയാണ് ഈ വാക്സിൻ എടുത്ത ആളുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്ന നിലയിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ ഇതിൽ തന്നെ മറ്റു പല കണക്കുകൾ കൂടെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 99 മില്യൺ ആളുകളുടെ പഠനങ്ങളിൽ നിന്ന് എത്രത്തോളം ആളുകൾക്ക് ഇത്തരം അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗുലിയൻ ബാരി സിൻഡ്രം, ഈ കാല് തളർന്നു പോകുന്ന ഈ ഒരു സിൻഡ്രം 1.8 മില്യൺ ആളുകൾ എടുക്കുമ്പോൾ, അഥവാ 18 ലക്ഷം ആളുകൾ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന നിലയിലുള്ള കണക്കുകളാണ്. ഇനിയിപ്പോൾ എൻസെഫലോമൈലിറ്റിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 1 മില്യൺ ആളുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, 10 ലക്ഷം ആളുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 0.78% വരുന്ന ആളുകൾക്കാണ് കാണപ്പെടുന്ന നിലയിലാണ് കണക്കുകൾ പറഞ്ഞത്. അതായത് വളരെ വളരെ ചുരുങ്ങിയ അളവിൽ ആളുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന അസുഖങ്ങൾ പോലും ബാധിച്ചിട്ടുള്ളത്. വളരെ ചെറിയ അളവാണ് എങ്കിൽ കൂടിയും ഇത്തരത്തിൽ വാക്സിൻ എടുത്ത ആളുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും പൂർണ്ണമായിട്ട് അതിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഇങ്ങനൊരു വാക്സിൻ ഇറക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാമെന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ തന്നെ കണ്ടെത്തിയതിനു ശേഷം ഒരു വാക്സിൻ ഇറക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഒരുപാട് സമയം അതിന് തീർച്ചയായിട്ടും വേണ്ടിവരും. അവിടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എത്രയും പെട്ടെന്ന് കൃത്യതയോട് കൂടിയിട്ട് ഒരു വാക്സിൻ ഇറക്കുക എന്നതിൽ തന്നെയായിരുന്നു ആരോഗ്യ മേഖല പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ യുവാക്കളുടെ ഹൃദയാഘാതം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കോവിഡൊക്കെ ബാധിച്ച ആളുകൾക്ക്, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കോവിഡ് കാരണമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് വെച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള അധ്വാനങ്ങളൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് ഈ ഒരു മയോകാർഡിറ്റിസിനെ അല്ലെങ്കിൽ ഹൃദയത്തിൽ വീക്കം അനുഭവപ്പെടുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടെയും ഡയറക്റ്റ്ലി നമുക്ക് കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു കാര്യം സംഭവിച്ചതെന്ന് ഡയറക്റ്റ്ലി നമുക്ക് ലിങ്ക് ചെയ്യാൻ അവിടെ സാധിക്കില്ല. അത്തരത്തിലുള്ള കൂടുതൽ പഠനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകളോ ഒന്നും നമുക്ക് ഏതായാലും ലഭ്യമായിട്ടുമില്ല. അതിനാലൊക്കെ തന്നെ അവിടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യം കാര്യമായിട്ട് കോവിഡ് ബാധിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ കഠിനമായ വ്യായാമമൊക്കെ ചെയ്യുന്ന അവസരത്തിൽ പതിയെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കോവിഡിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഭീകരതയെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു വാക്സിൻ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം, വാക്സിൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്, അത് കാരണമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും അത് കാരണമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള രോഗങ്ങൾ, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ തന്നെ നമ്മൾ സംസാരിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ അങ്ങനെ കോവിഡ് വാക്സിൻ എടുത്തത് കാരണമായിട്ട് നമ്മൾ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരം വാർത്ത കേട്ടപ്പോൾ ഞാൻ പോലും അങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കാനായതായാലും സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോവിഡ് വാക്സിനൊക്കെ എടുത്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക, താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.